എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ മകൻ ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന് അമ്മയുടെ പരാതി. മകൻ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സഹപാഠികൾ നിറത്തിന്റെ പേരിൽ പരിഹസിച്ചു. ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്തുവെന്നും അമ്മയുടെ പരാതിയിൽ പരാമർശമുണ്ട്. ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് കുടുംബം പരാതി നൽകിയത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രൂര പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ പറയുന്നു. വാഷ്റൂമിലെത്തിച്ച ക്ലോസറ്റിൽ മുഖം പതിപ്പിച്ച് ഫ്ലഷ് ചെയ്തു. നിറത്തിന്റെ പേരിൽ പരിഹസിച്ചു. ജീവനൊടുക്കിയ ദിവസവും നേരിടേണ്ടി വന്നത് ക്രൂര പീഡനം. സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നയിക്കുന്ന ഗ്യാങ്ങാണ് എല്ലാത്തിനും പിന്നിൽ. ചെറിയ തെറ്റുകൾക്ക് പോലും സ്കൂൾ അധികൃതർ മനുഷ്യത്വവിരുദ്ധ ശിക്ഷ നൽകിയെന്നും മാതാവ് പരാതിയിൽ പറയുന്നു. മരണത്തിനു ശേഷം സഹപാഠികൾ കൈമാറിയ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്നാണ് മകൻ നേരിട്ട ക്രൂരത കുടുംബം മനസ്സിലാക്കിയത്. മകന്റെ നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 15-നായിരുന്നു അപകടം. തൃപ്പൂണിത്തുറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന സരിൻ രചന ദമ്പതികളുടെ മകൻ മിഹിർ ഫ്ളാറ്റിലെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. 24 കൊച്ചി.